ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ PLR. ഞാൻ നിങ്ങൾ സ്വന്തം മൊക്കിൻ പെരുവല്ലൂർ. ഇന്ന് നമ്മൾ പാവറട്ടിയിലുള്ള മേഴ്സലിയിലാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മേഴ്സലി എന്ന് പറയുന്നത് നമ്മുടെ പാവറട്ടി മനപ്പടിയിൽ നമ്മുടെ ഫുട്ബോൾ ടർഫിൻ്റെ തൊട്ടപ്പുറത്ത്, അതായത് ചിക്കിങ്ങിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള ഒരു ഷോപ്പാണ്. മേഴ്സലി ഡെഡിക്കേറ്റഡ് ഷോറൂമാണ്. അപ്പോൾ നമ്മളവിടെ പോയി നമ്മളങ്ങനെ ഒരു ഷോറൂമിലൊക്കെ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നത്. നമുക്ക് പിള്ളേരെ ആ ഒരു നിർബന്ധം കാരണമാണ് നമ്മളവിടെ പോയി നോക്കുന്നത്. എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. നമ്മൾ ഇങ്ങനെ ഒരു ഷോപ്പിലൊന്നും പോയിട്ടില്ല. നമ്മൾ സാധാരണ ഐസ്ക്രീം മേടിക്കുക, നമ്മൾ ഐസ്ക്രീം വിൽക്കാൻ നടക്കുന്ന ആൾക്കാരെയൊന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പോയില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഹണ്ണയില, റോസില, അല്ലെങ്കിൽ നമ്മുടെ ഗാലക്സിയില, പോൾസണില, അതല്ലെങ്കിൽ ജയല, അവിടെ നിന്നൊക്കെ മേടിക്കുന്ന ചെറിയ ഐസ്ക്രീമുകൾ മേടിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ അവിടെ ശോഭയെന്നൊക്കെയാണ് നമ്മൾ ഐസ്ക്രീം മേടിക്കാറ്. അങ്ങനെ നമ്മൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയി നമ്മൾ ചെല്ലുമ്പോൾ സമയം 11 മണിയാണ്. കറക്റ്റ് 11 മണി ആവണുള്ളൂ. അപ്പോൾ 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ് അവിടുത്തെ പ്രവർത്തന സമയം. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ നമുക്ക് ആദ്യം ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഓക്കെ പറഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കസ്റ്റമർ ഈസ് എ കിങ്. അപ്പോൾ കസ്റ്റമറെ കളയാൻ ആരും താല്പര്യപ്പെട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെന്നതും അവർ ഓക്കെ പറഞ്ഞു, നമുക്ക് ഐസ്ക്രീം റെഡിയാണ്. അപ്പോൾ നമുക്ക് ഏത് ഐസ്ക്രീം തിരഞ്ഞെടുക്കാൻ നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്കൂപ്പ് തന്നെ എടുത്തു. സ്കൂപ്പാണ് കുറച്ചപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ അഫോർഡബിളായിട്ട് നമുക്ക് തോന്നിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ടൊക്കെ കൂടുതലാണ് എല്ലാ ഐസ്ക്രീമിനും. ശ്രീതു കോഫി എടുത്തു, അങ്ങനെ ശ്രീലക്ഷ്മി ചോക്ലേറ്റ് എടുത്തു. അപ്പോൾ പിന്നെ ഞാൻ കേസർ ബദാം പിസ്ത എടുത്തു. ഭാര്യയാണെങ്കിൽ റെഡ് വെൽവെറ്റ് എടുത്തിരുന്നു. അങ്ങനെ നമ്മൾ ഐസ്ക്രീം സ്കൂപ്പ് സെലക്ട് ചെയ്തു. സ്കൂപ്പിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ചില്ലിൻ്റെ ബൗളിൽ കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് കോൺ കിട്ടും. അപ്പോൾ നമ്മൾ കോണാണ് സെലക്ട് ചെയ്തത്. നമുക്കറിയില്ല, പിന്നീടാണ് നമ്മൾ മെനുവിലേക്കൊക്കെ നോക്കുന്നത് കേട്ടോ. മെനു നോക്കിയപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. വിലയൊക്കെ നല്ല വിലയുണ്ട്. 80 രൂപയ്ക്കുണ്ട് ഒരു ഐസ്ക്രീമിന്. അപ്പോൾ ഞെട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ ആസ്വദിച്ച് കഴിച്ചു. നമ്മൾ വില നോക്കിയത് അതിന് ശേഷമായ കാരണം നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടായില്ല. എന്താ വെച്ചാൽ കഴിക്കണേറ്റ് മുന്നേ വില നോക്കി നമ്മൾ ടെൻഷൻ അടിച്ച് പോയിരുന്നു. അപ്പോൾ ആസ്വദിച്ച് ഐസ്ക്രീം കഴിക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ നിങ്ങളും മേഴ്സലിയ അതുപോലെ മറ്റുള്ള ബ്രാൻഡുകളിലൊക്കെ പോയി നോക്കുക, ഐസ്ക്രീം കഴിച്ച് നോക്കുക. എൻ്റെ ഒരു അനുഭവമാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരിക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു സീനാണ് കാണുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോകളായിട്ട് വരണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ വേണം. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോകളുമായി നിങ്ങൾക്ക് മുന്നിലെത്താമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. മൊക്കിൻ പെരുവല്ലൂർ.